4 ഗ്രാംസിന്റെ ബാങ്കിൾ എപ്പോൾ റീസ്റ്റോക്ക് ചെയ്താലും ഞാൻ വീഡിയോ ചെയ്യൂട്ടാ. നല്ല അടിപൊളിയായിട്ടുള്ള 4 ഗ്രാമിന്റെ വള നമ്മളിത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ചേട്ടാ ഡിസൈൻസ് ഒന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചു കൊടുക്കും കേട്ടോ. ഡിസൈൻസ് കാണുന്നില്ല എന്നുള്ള പരാതിയൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്. അടിപൊളിയായിട്ട് ഡിസൈൻസ് ഇന്ന് നമ്മൾ ക്ലിയർ ആയിട്ടാണ് കാണിച്ചു തരുന്നത്. ഈ കാണുന്ന ബാങ്കിൾസ് മുഴുവനും ജസ്റ്റ് 4 ഗ്രാംസ് ഉള്ളത്. പുതിയ ഡിസൈനിലും കൂടെ ഇപ്രാവശ്യം കുറെ ബാങ്കിൾസ് 4 ഗ്രാംസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പുറത്ത് വെച്ചിരിക്കുന്നത് കുറച്ച് ബാങ്കിൾസ് 6 ഗ്രാം ആട്ടോ. കുറച്ചും കൂടെ ബലം കിട്ടുന്നത് 4 ഗ്രാമിനേക്കാളും കുറച്ചും കൂടെ ബലം കിട്ടുന്നത് 6 ഗ്രാമിന്റെ 6 ഗ്രാംസിന്റെ ബാങ്കിൾസ് ആണ് ഈ കാണുന്നത്. അകത്ത് നമ്മളൊരു പ്ലാസ്റ്റിക് വളയിട്ട് തരും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. അതാകുമ്പോൾ നമുക്ക് കുറച്ച് ബലം കൂടുതൽ കിട്ടൂട്ടാ. നല്ല ഫംഗ്ഷൻ യൂസിന് മാത്രമാണ് ഇത് പറ്റുക എന്നുള്ള കാര്യം ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കാണുന്നത് മുഴുവൻ 6 ഗ്രാം. ഇത് മാത്രമാണ് 4 ഗ്രാം എന്ന് തോന്നുന്നു. യെസ്, ഇത് മാത്രമാണ് 4 ഗ്രാം. അതുപോലെ ഇതും 4 ഗ്രാം ആട്ടോ. നോക്കി ഇതിന്റെ കാഴ്ചയൊക്കെ നോക്കി നിങ്ങൾ. ഈ ഒരു 4 ഗ്രാം ബാഗുകളുടെ കാഴ്ച കണ്ടോ, എത്ര വലിപ്പമുള്ളതാണെന്ന്. നമുക്ക് ഫംഗ്ഷൻ യൂസിന്, മാരേജ് പർപ്പസിനൊക്കെ നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ബാങ്കിൾസ് ആണ്. മാരേജിന് ഇട്ട് കഴിഞ്ഞാൽ അത് പിന്നീട് നമ്മൾ അധികം ഉപയോഗിക്കാതെ പിന്നീട് കൊണ്ട് മാറ്റാറാണ് പതിവ്. ഇനിയിപ്പോൾ 4 എടുത്താലും 8 എടുത്താലും 10 എടുത്താലും ഞാൻ എല്ലാവരുടെ വീഡിയോസിലും പോലെ ധൈര്യമായിട്ട് സ്വർണത്തിന്റെ എന്തെങ്കിലും ഒരു അംശം ഉണ്ടെങ്കിൽ അത് ഡെയിലി ഉപയോഗിച്ചോ എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുന്ന ഒരാളല്ല നമ്മൾ മദേഴ്സ് ഗോൾഡ്. നമുക്ക് വൃത്തിക്ക് നല്ല വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടാണ് വീഡിയോ ചെയ്യാറ്. ഇത് ഫംഗ്ഷൻ യൂസിന് മാത്രമേ പറ്റുള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള ബാങ്കിൾസ് എത്തിയിട്ടുണ്ട്. എനിക്ക് എപ്പോഴും പറയാനുള്ളത് അത് മാത്രമേ ഉള്ളൂ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒത്തിരി കളക്ഷൻസ് ഉണ്ടെന്ന് ഞാൻ പറയാറുണ്ട്. ഒന്ന് ഷോപ്പ് വിസിറ്റ് ചെയ്ത് നോക്ക്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒന്ന് ഷോപ്പ് വിസിറ്റ് പർച്ചേസ് ചെയ്യണ്ട, ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്ക്. നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട്. അത് നിങ്ങൾ ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ.